നമ്മുടെ ഈ സ്റ്റെല്ല അറിയാം? സ്റ്റെല്ല നമ്മളോട് പഠിച്ച സ്റ്റെല്ല. നമ്മുടെ സ്റ്റെല്ല എന്താ ചെറുപ്പത്തെ എന്താ സുന്ദരിയായിരുന്നു? ഗ്ലാമർ ഇപ്പതാ കളർ ചെയ്ത് മുടി. ഇവിടം വരെ മുടിയായി. എവിടെ താമസം അറിയാം? എവിടെ താമസം? നമ്മുടെ ജംഗ്ഷനിലാ. എല്ലാരും ഉണ്ടോ? ഭർത്താവൊക്കെ ഉണ്ടോ? ഭർത്താവ് ഇവിടെ ഇല്ല. ഭർത്താവ് ഡിവോഴ്സ് ആയല്ലോ. ഡിവോഴ്സ് ആയോ? പിന്നെ അവളെ സിറ്റുവേഷൻ ഒക്കെ ഭയങ്കര പാടാണ്. ആണോ? പിന്നെ ആ ഒരു അടച്ചുറപ്പില്ലാത്ത വീടല്ലേ ഇപ്പൊ താമസിക്കുന്നത്. ഒറ്റയ്ക്ക് ഒരാളടുത്ത് മിണ്ടാനാ പറയാൻ ആരെങ്കിലും ഉണ്ടാവും? ചുറ്റുവട്ടത്തും ആളില്ല, വിളിച്ചു പോയാൽ പോലും കേൾക്കത്തില്ല. ആരും ഇല്ല അവിടെ. അങ്ങനത്തെ സ്ഥലത്ത് ഒരു പെണ്ണ് താമസിക്കാന്ന് പറഞ്ഞാല്. പക്ഷെ ഞാൻ രാവിലെ സ്റ്റെല്ലയുടെ ആങ്ങളെ അവിടെ ഒരു വെട്ടുകത്തിയായിട്ട് നിപ്പുണ്ടായിരുന്നു, അളിയനെ വെട്ടാനാന്നും പറഞ്ഞു. നിനക്ക് വെട്ടിക്കൊന്ന എന്താ? എന്റെ അമ്മാനെ വെട്ടിക്കൊന്ന നിനക്കെന്തോടാ കുഴപ്പം? എന്റെ അമ്മാനെ വെട്ടിക്കൊന്ന നിനക്കെന്തോ കുഴപ്പം? എങ്ങനെയെങ്കിലും ഇത് പോവത്തില്ലടാ ഇവിടെ നിന്ന്. 72 വയസ്സുണ്ട്, ഇപ്പോഴും നോക്ക്. ഉഷപ്പടിക്കുന്നുണ്ടോടാ, സ്റ്റാമിന. ഉഷപ്പൊന്നുമല്ല, പിന്നെ അക്കരെ കടവിൽ പെണ്ണുങ്ങൾ വന്നാൽ നോക്കുന്നുണ്ട്. ഉഷപ്പ. ഇയാള് പെണ്ണുങ്ങളെ മാത്രമല്ല നോട്ടം വിടുന്നേ, ആണുങ്ങളെ ഇയാൾ വെറുതെ വിടത്തില്ല. എന്നും ഞാൻ ഈ സമയത്ത് വരുമ്പോ പുറകിരുന്ന് എന്റെ കുളിസിയും വരെ കാണുന്ന ടീമാണ് നിൽക്കുന്നത്. അതുകൊണ്ട് എങ്ങനെയും പറഞ്ഞു വിട്ടിട്ട് നിന്റെ പെണ്ണിനെ കൊണ്ടുവന്നാ മതി കേട്ടോ. നമുക്കേ രമ്യ ഞാൻ അങ്ങോട്ട് വിളിക്കാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ അമ്മാവൻ പോയില്ല. നമ്മളെ അന്ന് വീഡിയോ കോൾ ചെയ്യുന്നപ്പം പല്ലടിച്ച് കാണിച്ചില്ലേ? അമ്മാവുണ്ട്. ഞാൻ ഇങ്ങോട്ട് വിളിക്കാം. എന്ത്? നമുക്ക് മലപ്പുറം വരെ ഇത് പോണം. ഓക്കേടാ, വരുമ്പോ വിളിക്കണേ. വിളിക്കാം. മലപ്പുറം അമ്പലത്തിലേ നമ്മുടെ കുടുംബക്ഷേത്രത്തിലേ ഞാൻ വഴിപാട് പറഞ്ഞിട്ടുണ്ട്. നീ പോതിനിപ്പുറം നമുക്ക് എന്നോടൊന്ന് പോണം. അവിടെ ഉത്സവം. അതിന് ഉത്സവത്തിന് പോയിട്ട് എന്ത്? ഞാൻ വരുന്നില്ല. അത്രയും രാത്രിയൊക്കെ അവിടെ പോയിട്ട് വരുമ്പോ. രാത്രി കുഴപ്പമില്ല, അവിടെ എൻ്റെ സുഹൃത്തിന്റെ റൂമുണ്ട്. നമുക്ക് അവിടെ നമുക്ക് എന്നോട് കഴിഞ്ഞിട്ട് പിറ്റേ പോരാ. വേണ്ട അതിന്റെ ആവശ്യമില്ല. അതിന്റെ ആവശ്യമില്ലെന്നേ. മാമല്ലേ വിളിക്കുന്നത്? രമ്യതാ വിളിച്ചോണ്ടിരിക്കുന്നത്. രമ്യമ്മ ഒന്ന് പോ, വീട്ടിലേക്ക് പോ. ഞാൻ പറഞ്ഞില്ലേ അവൾ ഈ കടവിലൊന്നും കുളിച്ചിട്ടില്ല. അപ്പൊ അവളുടെ ഒരു ആഗ്രഹമല്ലേ. മാമനെ വിളിക്കുന്നത് കൊച്ചു കുളിക്കാനെന്തോ കുഴപ്പമെന്തോ അത് പറഞ്ഞത്. മാമൻ എന്നാ പറ്റത്തില്ല. മാമൻ പോവാൻ നോക്കുന്നേ. മാമൻ പോ. ഞാൻ പോണം. ഒരു കാര്യം നീ പോവും, മാമൻ പോയേക്കാം. ഞാൻ പോട്ടെ. നീ പോയി. മാമൻ പോവല്ലോ, ഉറപ്പല്ലേ? ഞാൻ പോവാം. ഞാൻ വിളിച്ചോണ്ട് വരിക. ഇവിടെ കാണല്ലോ, ഞാൻ പറഞ്ഞോണ്ട് ഞാൻ പോവും. നീയൊക്കെ പറഞ്ഞു പിടിപ്പിച്ച പോലെ അങ്ങനെയുള്ള അടുക്ക് സ്വഭാവമൊന്നും അല്ല എത്തിയത്. ഞാൻ പോവാന്ന് പറഞ്ഞാൽ ഞാൻ പോകും. എനിക്ക് ഇവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. നിനക്കൊക്കെ എന്നെ ഭയങ്കര സംശയമില്ല. അങ്ങ് ഇതെന്താ ഇവിടെ? ഇതാടാ പോയെന്ന് പറഞ്ഞ. കുറച്ച് കീഴാന്നെല്ലിയുടെ പഠിക്കാനുണ്ടായിരുന്നു. ഇതെന്താ സംഭവം? എന്താ? ഞാൻ വൈദ്യനല്ലയോ, സൂക്കേട് അടുത്ത് കാണാൻ വേണ്ടി സംഭവമായത്. ഈ സൂക്കേട് എന്താന്ന് എല്ലാവർക്കും അറിയാം. ഇതെന്താ? കിടത്തി ചികിത്സിക്കാൻ. ഇതാണ് ഞാൻ വീട്ടിലോട്ട് വരട്ടാന്ന് ചോദിക്കുമ്പോഴേ ഞാൻ വീട്ടിലില്ലടാ, വേറെ സ്ഥലത്താന്ന് പറഞ്ഞു. ഇവിടെ താമസം. പായും തലേണായിട്ട് കിടക്കുന്നു അല്ലേ? നിങ്ങൾക്ക് റൂം എടുത്തൂടോ? എവിടെയെങ്കിലും റൂം എടുക്കുന്ന എന്തിനാണെന്ന് എനിക്കറിയാം. എന്താ ഒക്കെ അറിയാം എനിക്ക്. എന്നോട് പറ എന്തായിരുന്നു? ചുമ്മാ സംസാരിച്ചിരിക്കാനല്ലല്ലോ. പിന്നെ അറിയാം. എന്നെ വിശ്വാസമില്ലേ? എന്നെ വിശ്വാസമില്ലേ? അതല്ലേ പറ. കള്ള കാവല. നിന്നെ എന്താ ചെയ്യട്ടെ? ഞാൻ എന്ത് ചെയ്യട്ടെ? മാമനത് ചെയ്യില്ല. മോന് പേര് ദോഷമാവും. എനിക്ക് പേര് ദോഷം കിട്ടില്ല. ഇതുപോലത്തെ മാമനുണ്ടെങ്കിൽ മാമനാണ് പേര് ദോഷം.